നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.എസ്. അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ വിവരണത്തിനിടെ ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ ചാനലിന്റെ എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചു എന്ന ആരോപണം കോൺഗ്രസുകാർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. വി.എസ്. അന്തിയുറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ലെന്നാണ് അരുൺകുമാർ ഇന്നലെ പറഞ്ഞത്. ഇത് ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു. വി.എസിന്റെ സംസ്കാര ചടങ്ങിൽ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് സംസാരിച്ച റിപ്പോർട്ടർ ടിവി അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ കോൺഗ്രസുകാരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ വിമർശന കമന്റുമായി രംഗത്ത് വരുന്നത്. മാത്രമല്ല, ചാണ്ടി ഉമ്മൻ പങ്കുവെച്ച ഈ ഒരു പോസ്റ്റിൽ, അതിനെതിർത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റിൽ നിരവധി ആളുകളാണ് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ആ പോസ്റ്റുകളാണ് വൈറലാകുന്നത്. ഇതിൽ ഒരു മുട്ടയുടെ ചിത്രം നൽകി, മുട്ട നല്ലതാണ് പക്ഷെ ചീമുട്ടയായാൽ എന്ന് പറഞ്ഞ് കോഴിമുട്ടയുടെ ചിത്രം പോസ്റ്റ് ചെയ്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചത്. വി.ടി. ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി സാമാന്യ മര്യാദകൾ പുലർത്തുന്നത് നല്ലതാണെന്നാണ് വി.ടി. ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മരണപ്പെട്ട പ്രിയപ്പെട്ടവരോട് ആദരവ് പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. ചിലർ മുഷ്ടി ചുരുട്ടും, ചിലർ മുദ്രാവാക്യം വിളിക്കും, ചിലർ പൂക്കൾ അർപ്പിക്കും, ചിലർ മെഴുകുതിരി കത്തിക്കും, ചിലർ മൗനമായി നിൽക്കും, ചിലർ നോമ്പ് നോൽക്കും, ചിലർ ബലിയിടും, ചിലർ അനുസ്മരണ സമ്മേളനം നടത്തും, ചിലർ അന്നദാനമോ ചാരിറ്റി പ്രവർത്തനങ്ങളോ നടത്തും. അവരവരുടെ വിശ്വാസവും ശീലങ്ങളൊക്കെ ആയിരിക്കും ഈ ഓരോ രീതികളിലേക്കും അവരെ നയിക്കുന്നത്. മറ്റുള്ളവരെ നേരിട്ട് ബുദ്ധിമുട്ടിക്കാത്തോടത്തോളം അതിലെ ശരി തെറ്റുകളും യുക്തിയുമൊക്കെ അത് ചെയ്യുന്നവർ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. പുറത്തുനിന്ന് ഒരാൾ ഇതിലൊക്കെ ഇടപെടുന്നത്, വിധി പ്രഖ്യാപിക്കുന്നതും പരിഹസിക്കുന്നതും അല്പത്തരവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി സാമാന്യ മര്യാദകൾ പുലർത്തുന്നത് നല്ലതാണ്. ഇതാണ് വി.ടി. ബൽറാം പങ്കുവച്ച പോസ്റ്റ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് ഇങ്ങനെയാണ്: ആൾക്കൂട്ടമായി ഒരാൾ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ജീവിച്ചിരുന്ന കാലത്ത് പറയാറുണ്ട്, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ സാറാണെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് വെച്ച് നടന്നത്. KPCC ഒരു അനുസ്മരണ സമ്മേളനം പ്രഖ്യാപിച്ച് പന്തൽ കെട്ടി ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-കണക്കിന് മനുഷ്യരാണ് എത്തിയത്. ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി ആളെ കൂട്ടി വാഹനം ക്രമീകരിച്ച് വന്ന ജനാവലിയല്ല അത്. ആ വന്നവർ അത്രയും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് വന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണശേഷവും കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഉമ്മൻചാണ്ടി സാറാണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. സാറിന്റെ ഓർമ്മ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതുപ്പള്ളിയിലെ സാറിന്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ചിലർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം, ചിലർ നിറകണ്ണുകളോടെ നിൽക്കുന്നത് കാണാം, ചിലർ കൈകൂപ്പി ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് സാറിനെ അനുസ്മരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകമായി തോന്നിയിട്ടുള്ളത് ചിലർ സാറിന്റെ കല്ലറയിലെത്തി അവരുടെ ആവലാതികൾ അപേക്ഷകളായി സമർപ്പിക്കുന്നത് കാണുമ്പോഴാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നവർ വിവേകശൂന്യരായിട്ടല്ല, ഒരുപക്ഷെ അതവർക്ക് ഒരു ആശ്വാസമായിരിക്കാം. അതല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഇവിടെ നിന്ന് കടന്നുപോയവർക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥ യാചിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരിക്കാം. ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയേക്കാൾ ജനത്തിന് വിശ്വാസം മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായതുകൊണ്ടാകാം ആ മനുഷ്യന്റെ കല്ലറയിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുന്നതും അസൂയാലുക്കൾ വിഷം വസിപ്പിക്കുന്നതും. ഉമ്മൻചാണ്ടി സാറിനെ മരണശേഷവും ആശ്രയിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് നിങ്ങൾ എത്ര പേടപരാധങ്ങൾ പറഞ്ഞാലും അവരുടെ മുന്നിൽ നിങ്ങൾ അപഹാസ്യരാവുകയുള്ളൂ. ഉമ്മൻചാണ്ടി എന്ന സ്നേഹ സാമ്രാജ്യത്തെ തകർക്കാൻ നിങ്ങളുടെ TRPക്ക് കരുത്തുണ്ടാകില്ല. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. വി. മത്തായി 5:11 എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും ആ പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ അരുൺകുമാറിന്റെ ആ പ്രയോഗത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പലരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നുമുണ്ട്. വിവാദം കൊഴുത്തതോടെ ആരോപണത്തിന് മറുപടി നൽകി അരുൺകുമാർ രംഗത്ത് വരികയും ചെയ്തു. താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ വിശദീകരിച്ചത്. തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത്. തികച്ചും ഭൗതികവാദിയായ വി.എസിനെ കുറിച്ചാണ് പറഞ്ഞത്. മുൻപ് വി.എസിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിന് വി.എസ് മറുപടി നൽകിയത് അമ്മയും അച്ഛനും ചെറുബാല്യത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു.
VSന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത്. നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കോൺഗ്രസുകാർക്ക് പ്രചോദനമല്ലേ? അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്തമാണ്. ആ നിലപാടാണ് തനിക്കുള്ളത്. മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ആകാമെന്നും അരുൺകുമാർ പറഞ്ഞു. താൻ പറഞ്ഞത് VSനെ കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. താൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അരുൺകുമാർ മറുപടിയായി പറഞ്ഞു. അതേസമയം തന്നെ VS ഒരു പുണ്യാളനായി ഉയർത്തെഴുന്നേൽക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തി കെട്ടുന്നതാണെന്നാണ് ആരോപണം. മകൻ ചാണ്ടിയുമ്മൻ MLA തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൂടാതെ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭാ വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ കരിവാരി തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്നും ചിലർ കമന്റ് ചെയ്തു. അരുൺകുമാറിന്റെ വിവാദമായ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയതല്ല VS വിടവാങ്ങുന്നത്. VS നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ടാണ്. ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത്. ഇതായിരുന്നു പറഞ്ഞത്. അതേസമയം ജനമനസ്സുകളിൽ ജീവിക്കുന്ന തന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ അരുൺകുമാറിന്റെ വാക്കുകൾക്കാവില്ലെന്നും ചാണ്ടിയുമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ചാണ്ടിയുമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 2 വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട്. ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ ഇത്തരം വാക്കുകൾക്ക് ആവില്ല എന്ന് ഓർമ്മിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാണ്ടിയുമ്മനും പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് വന്ന് അരുൺകുമാറിന്റെ ആ വാക്കുകൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോഴും വലിയ വിമർശനമാണ് കോൺഗ്രസ് മുതിർന്ന നേതാക്കളിൽ നിന്നടക്കം അരുൺകുമാറിന്റെ ആ പ്രസ്താവനയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്.